മൈ ഹോം മൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും പായസം പ്രഥമയൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമാണ് അല്ലേ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതെല്ലാം ഡ്രോപ്പ് ചെയ്യും. മനസ്സിൽ കൂടെ വരും, പക്ഷെ അതെല്ലാം ഡ്രോപ്പ് ചെയ്യും. കാരണം ഇതാണ്, കണ്ടൻസ്ഡ് മിൽക്ക് വേണം, കടയിൽ പോകണം, അല്ലെങ്കിൽ അത് മേടിക്കണം, അതില്ല. നമുക്ക് പക്ഷേ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിടണം. വെറും ഒന്നും വേണ്ട, പാൽപ്പൊടിയും ഒന്നും വേണ്ട, പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കണം? ഒരുപാട് സമയവും വേണ്ട. അപ്പം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതിന് നമുക്കൊന്ന് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 ലിറ്റർ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പം ഈ ടെഫ്ലോൺ കോട്ടയുടെ പാത്രം എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടി പെട്ടെന്ന് പിടിക്കത്തില്ല. അപ്പോൾ അതിലോട്ട് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത്. അപ്പോൾ പഞ്ചസാരയും മധുരമൊക്കെ എത്ര ആവശ്യത്തിന്, എത്ര കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിന് സാധാരണ മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടി പിടിക്കാൻ പാടില്ല. ഇളക്കിക്കൊണ്ടിരിക്കുക, അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. കാരണം നമുക്കതിന് പാല് പറ്റിച്ചെടുക്കണം, ഒരു പകുതി കുറവ് നമുക്ക് ആക്കിയെടുക്കണം. അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ സൈഡിലൊക്കെ ആയിട്ടുള്ളത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം, കാരണം അത് കട്ടിയായിപ്പോവും. അപ്പം അതൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക പാല്. എന്നിട്ടതിന് പറ്റിച്ച് ആണ് എടുക്കുന്നത്. ഒരു പകുതി കുറവായി. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പം ബേക്കിംഗ് സോഡ ഇടുമ്പോൾ പെട്ടെന്ന് അതങ്ങ് കട്ടിയാവും, തിക്കാവും പാല്. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പം ബേക്കിംഗ് സോഡ ഇടുന്നത് ഈ പാല് തിക്കാവാനും പിന്നെ അതിൻ്റെ കളറ് ഒരു മഞ്ഞ കളറിലോട്ട് വരും. അപ്പം പാല് പറ്റിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ അത്യാവശ്യം നമ്മൾ ഇടേണ്ടതാണ്. അപ്പം നമ്മൾ അത് പിന്നെയും ഇളക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ അത് പറ്റിച്ച് കുറച്ചും കൂടെ എടുക്കണം. അപ്പം ഈ പാകമായിട്ടുണ്ട്. അപ്പം ഇത്തിരിയോടെ ഒന്ന് പറ്റിയാൽ മതി. അപ്പം ഈ ഒരു പാകത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനിയും പറ്റിച്ചാൽ ഇത് തണുക്കുമ്പോൾ കട്ടിയായിപ്പോവും. അപ്പം ഇത്രയും കട്ടി മതി. റെഡിയായി. അപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് വളരെ സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ തിക്നെസ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.